എന്തുമായിരിക്കും? അയ്യോ പോടാ. വണ്ടിയുടെ അവസ്ഥ ദയനീയ അവസ്ഥ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണി. ഇപ്പോൾ എന്ത് നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഞാൻ ഒരുപാട് ഹാപ്പി ഒന്നുമല്ല. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ലാഗൊക്കെ ആയിരുന്നു നമ്മൾ വണ്ടിക്ക് എന്ന് വെച്ചാൽ ഇന്നലെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് രാവിലെ ചെറിയൊരു എഞ്ചിൻ്റെ ഒരു ഹെഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യമൊക്കെ വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ടൈമിങ് ചെയിനോ റോക്കാകുമ്പോൾ എന്തിനോ ഒരു പണി കിട്ടി. അതുകൊണ്ട് നമ്മൾ ഇന്ന് വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് വെച്ചാൽ ഈ പണി വലിയൊരു പണിയാക്കി എന്ന് വെച്ചാൽ ഇത് മെയിൻ്റെനൻസിൻ്റെ ഒരു ഭാഗമാണ്. എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ഇപ്പോൾ ഒരു 70,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വണ്ടിയിൽ മാറേണ്ട സാധനങ്ങളായിട്ടുണ്ട്. അത് വണ്ടി തന്നെ കാണിച്ചു തന്നു എന്തൊക്കെ മാറണമെന്ന്. ഇപ്പം അത് മാറാനും അങ്ങനെ കുറച്ച് പരിപാടി ഇപ്പം മാറുന്ന സാധനത്തിന് 300 രൂപ 400 രൂപ അടിപ്പിച്ച് ലേബർ എന്ന് വെച്ചാൽ സാധനത്തിൻ്റെ റേറ്റേ ഉള്ളൂ. പക്ഷേ ഈ നമ്മൾ ഷോറൂമിലെ കൂടെ റിസ്ക് എടുക്കാൻ എന്തായാലും തീരുമാനിക്കും. മെയിൻ സാധനമാണ് എഞ്ചിനകത്ത് റിസ്ക് എടുക്കാൻ എന്തായാലും ഒരു ഇതില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഷോറൂമിലോട്ട് പോയി മിക്കവാറും എഞ്ചിൻ റീബിൽഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എഞ്ചിൻ അയച്ച് എന്തായാലും നിങ്ങളെല്ലാം ഒരു 40,000-50,000 കിലോമീറ്റർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ പണി കിട്ടാത്ത എഞ്ചിനാണെങ്കിലും സൗണ്ട് വരാത്ത എഞ്ചിനാണെങ്കിൽ ഒരു 40,000-50,000 കിലോമീറ്ററിൽ ഒന്ന് എഞ്ചിൻ അയച്ച് തേയ്മാനമുള്ളതൊക്കെ മാറിക്കൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ലോങ് ലൈഫ് കിട്ടും. അപ്പം നമ്മളിന്ന് വണ്ടി എന്തായാലും ഇവിടുന്ന് കെട്ടി വലിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി പണിയാതെ ഡ്രോപ്പാക്കി വെച്ചിരുന്നത് തന്നെ. ഈ ഒരു പണി കിട്ടിയതിന് ശേഷമാണ്. അപ്പം ഇവിടുന്ന് കെട്ടി വലിച്ച് നമുക്ക് നേരെ ഷോറൂമിൽ ചെന്നിട്ട് അവരെ എടുത്ത് വണ്ടി ഏൽപ്പിച്ചിട്ട് വരാം. എന്തോ അവസ്ഥയെന്ന് പറയാം. എത്ര രൂപ ഫണ്ട് പൊട്ടുമാവോ എന്നൊന്നും ഒരു പിടുത്തമില്ല. എന്തായാലും കൂടുതൽ പറയുന്നതില്ല. അപ്പോൾ ഇതണക്കെ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ NS ഉള്ളതായാലും വണ്ടിയുള്ള കൂട്ടുകാരന്മാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെടുത്തു. അവരും കൂടെ അറിയിട്ടെന്ന് വെച്ചാൽ എന്തൊക്കെ പരമായി ഇപ്പോഴും ഇതൊന്നും നോക്കാതെ സൗണ്ടും വെച്ചുകൊണ്ട് പോയിട്ടുള്ള എഞ്ചിൻ മൊത്തം പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കും ജസ്റ്റ് ഒന്ന് അയ്യോ പോടാ. സൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഷോറൂമിൽ എത്തിക്കാൻ പറ്റും. ഷോറൂമിൽ എന്ന് വെച്ചാൽ ഷോറൂമിൽ എത്തിക്കണമെന്ന് പറയുന്നത് നല്ല പണിക്കാർ വേറെ പുറത്തുണ്ടെങ്കിൽ അവരെടുത്ത് തന്നെ കൊണ്ട് പണിയുന്നതായിരിക്കും നല്ല. ഷോറൂമിൽ ആകുമ്പോൾ GST അങ്ങനെയൊക്കെ റേറ്റ് വ്യത്യാസം വരും പണിയുടെ. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ നോക്കി ചെയ്യുന്നതായിരിക്കും ചെറുക്കണം നല്ലത്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഷോറൂമിൽ ചെന്നിട്ട് ഇനി എന്തോ അതിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പോൾ സെൽഫ് മോട്ടറും വർക്ക് ആവുന്നില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. ഇപ്പം എന്തായാലും പണിയാകുമ്പോൾ വട്ടപ്പട്ടല്ലേ പണിഞ്ഞിറക്കി നല്ല അടിപൊളിയായിട്ട് വണ്ടി ഇറക്കാൻ പോകും എന്തായാലും. അപ്പം ഷോറൂമിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ശരി എന്നാൽ. എന്നാ പാട് എടുത്ത ഇടിച്ചിടിച്ച് നിൽക്കുവാണല്ലോ. ബാറ്ററി വെച്ച് അടിക്കാൻ പറയും സ്പെയർ. പൊട്ടിപ്പോടാൻ മിക്കാറും. ക്ലച്ച് മൊത്തം പിടിച്ച് കൈ കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റിട്ട് വളയടാ. എന്തുമായിരിക്കും? സിലിണ്ടറിനൊന്നും അല്ലല്ലോ. എത്ര ആവുമായിരിക്കും ബഡ്ജറ്റ്? റോക്ക് റാമ്പ് വരുമ്പോഴോ? എന്തായാലും എടുത്തോ. ആ പിന്നെ അണ്ണാ അല്ല കയറ്റാൻ പോണോ വണ്ടി? എന്നാ കൊണ്ടുവച്ചിട്ടോ. ഇത് ടൈമിംഗ് ചെയിനും അങ്ങ് മാറിയേക്ക്. ടൈമിംഗ് ചെയിൻ ടെൻഷറും പിന്നെ വെച്ചാൽ ഉടനെ ഒന്നും പണി വരാത്ത രീതി.
ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഗോവയിൽ പോകാനാ, അപ്പോൾ അത്ര ഓടണം. എന്തായാലും കയറ്റി ഇല്ലില്ല. ചെറിയൊരു സൗണ്ടായിരുന്നു ഇന്നലെ രാവിലെ ചെറിയൊരു സൗണ്ട്. വൈകിട്ടായപ്പോൾ നല്ലൊരു സൗണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇനി കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഓയിലൊന്നും വെച്ചോണ്ടിരുന്നിട്ടില്ല. ഓയിലൊന്നും കുറഞ്ഞൊന്നും അങ്ങനൊന്നും ഇല്ല, ഫുള്ളാണ് ഒഴിക്കുന്ന. എന്തായാലും ഇളക്കി നോക്കിക്കോ. എത്ര? ആ എനിക്കൊരു 10-ാം തീയതിക്കകത്ത് കിട്ടിയ 10-15 എൻ്റെ അകത്ത് മതി. ഈ മാസം അടുത്ത എന്നുവെച്ചാൽ അടുത്ത ഇനി വരുന്ന മാസം. ആ ഇനി 25 എന്തോ 28ആയില്ലേ. എന്തായാലും റേറ്റ് ഒന്ന് പറ കേട്ടോ വിളിച്ച്. ഒന്ന് കുറഞ്ഞിട്ടും ഇല്ല, ലോക്കൽ ഒഴിച്ചിട്ടും ഇല്ല. ഞാൻ ഹെക്കൻ്റെ അടുത്ത വണ്ടിയാണ്. ഞാൻ ഏകദേശം ലോക്കൽ ഓയില്ല, ഫുള്ള് മോട്ടീവുകളിൽ ഫുള്ള് ഒഴിക്കുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പണി വരാൻ? നോർമലി ഓയിൽ റൊട്ടേഷൻ ചെയ്യാതെ വരുമ്പോഴാണ് വരുന്നത്, ബെയറിംഗ് ഒക്കെ പോകുന്നത്. ഓയിൽ കറക്കുന്നേരം വെയിറ്റ് ചെയ്തിട്ടില്ല. ഫോൺ നമ്പർ എന്ന് പറയാമോ? 81 36 97 19 81 1. ഇതെന്ന് പറയും? എന്തായാലും 2 ദിവസം എടുക്കും ഇളക്കാൻ. ഒന്നേ ശനിയാഴ്ച ഇളക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച. അഡ്വാൻസ് അടയ്ക്കേ? എവിടെ അടയ്ക്കണ്ട? 4 രൂപ അടിപ്പിച്ച് അടച്ചാൽ മതിയാ? നാല് രൂപ. 4 ജി പേ ഇതല്ലേ? വേണ്ട. ചട്ടികലം കീറി പോയി, എല്ലാം പോയി. ക്രാങ്കിന്റെ അടിയാണല്ലേ? പുറത്ത് പണിഞ്ഞാലും ഇവിടെ പണിഞ്ഞാലും എല്ലാം കണക്ക് തന്നെ. അതുകൊണ്ട് ഞാൻ ഷോറൂമിൽ തന്നെ. എനിക്ക്